നമ്മളിന്ന് നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലെ വിദേശ ഫ്രൂട്ട്സിൻ്റെ ഒരു ശേഖരം തന്നെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് സാറേ? നമ്മുടെ ഇത് നില ഓർക്കാഡ്സ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. 200ഓളം തരത്തിലുള്ള പഴവർഗ്ഗ ചെടികളാണ് ഇതിനകത്തുള്ളത്. ഇത് കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് കിഴക്കോട്ട് പുതിയ പഞ്ചായത്ത് പ്ലാവിള ജംഗ്ഷൻ ഒരു 6 കിലോമീറ്റർ ദൂരമാണ് നാഷണൽ ഹൈവേ എന്ന് കരുനാഗപ്പള്ളി എന്നുള്ളത്. പിന്നെ നമ്മൾ ശാസ്താംകോട്ട ഭരണിക്കാവ് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചക്കോളിൽ നിന്നും ഒരു 11 കിലോമീറ്റർ ഇവിടേക്ക് സഞ്ചരിച്ചെടുക്കും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് ഉള്ളത്? ഇവിടെ നമുക്കുണ്ട് 200ഓളം വെറൈറ്റി ഉണ്ട്. അതിനകത്ത് റംബൂട്ടാൻ, ലോങ്കൺ, അവക്കാഡോ, അതോടൊപ്പം തന്നെ മാവുകൾ, പ്ലാവ്, അങ്ങനെ നിരവധിയായ ഒരുപാട് രീതിയിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് തായ്ലൻഡ് കിങ് ഞാവലാണ്. വളരെ മധുരകരമായ ഞാവൽ പഴം ലഭിക്കുന്നതാണ്. ഇത് 350 രൂപ മുതലുള്ള 350 ഈ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. 2 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഇത് സ്വീറ്റ് അമ്പഴമല്ലേ ഇത്? ഇത് സ്വീറ്റ് അമ്പഴമാണ്. ഇതാണ്ട് വളരെ ചെറിയ ചെടിയാണ്. അതിനകത്ത് ഇപ്പോഴേ പഴമൊക്കെ വന്നിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാം തന്നെ പൂത്തതാണ്. 350 രൂപയാണ് നമുക്ക് ഇവിടെ വിൽപ്പന വില. നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സ്വീറ്റ് അമ്പഴത്തിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മറ്റേ സാധാ അമ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. അതേപോലെ തന്നെ പഴുക്കുമ്പം ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരും. നല്ല ഓറഞ്ച് കളറായിട്ട് നല്ല മധുരമുള്ളതാണ് സ്വീറ്റ് അമ്പഴം. നമ്മുടെ നാരകമല്ലേ? അതെ, സീഡ്ലെസ് ലെമൺ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് സാധാരണ നാരകത്തിന്റെ എല്ലാ ഉപയോഗങ്ങളും ഇതിനുണ്ട് കേട്ടോ. ഇത് അച്ചാറിടാനും ജ്യൂസ് അടിക്കാനും നാരങ്ങാവെള്ളം പിഴിയാനും എല്ലാം നല്ലതാണ് കേട്ടോ. ഒരു കയ്പില്ല, സീഡില്ല ഇതിനകത്ത്. സീഡ്ലെസ് ആണ്. നല്ല ടേസ്റ്റുമാണ് നാരങ്ങാവെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റ്. 150 രൂപയ്ക്കാണ് ഇത്രയും വളർന്ന ചെടി. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു 2 മാസം കവറിൽ തന്നെ ഒന്ന് കാ പിടിക്കത്തില്ലേ? നേറ്റീവ് വിഭാഗത്തിൽപ്പെട്ടാണ് ഇത്. നമ്മുടെ ഈ ഭാഗത്തിരിക്കുന്ന ഹോം ഗ്രൗണ്ടിന്റെ ആണ്. നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ഹോം ഗ്രൗണ്ടിൻ്റെ ആണ്. കമ്പനി സാധനമായിട്ട് നമ്മൾ 450 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് വേറെ നമ്മുടെ ഇവിടുത്തെ ഉൾപ്പെടെ നമുക്ക് 2000 രൂപ വിലയുള്ള ചെടികൾ വരെ ഉണ്ട്. ഇത് 450 രൂപയ്ക്കാണ് പെട്ടെന്ന് കാ പിടിക്കുന്നത്. ഇത് കട്ട്നറ്റ് എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് നമ്മൾ അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിനകത്ത് നട്ട് നമ്മുടെ ബദാം പരിപ്പിൻ്റെ ഒരു ടേസ്റ്റിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അലങ്കാരത്തിനും അതോടൊപ്പം തന്നെ പഴവും കിട്ടുന്നു. ഇത് നമ്മൾ 350 രൂപയുടെയാണ് ഈ ചെറിയ ചെടി. ഇത് 500 രൂപയാണ്. അപ്പോൾ ദാ കവറിൽ കാ പിടിച്ച് നിൽക്കുന്ന ലോങ്ങൻ കണ്ടോ? അതാ പൂത്ത് കായായിട്ട് വരുന്ന ലോങ്ങൻ ചെടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കവറിൽ വരെ നമുക്ക് ലോങ്ങൻ കായ്ക്കും. എഡാസ്റ്റാർ വിഭാഗത്തിൽപ്പെട്ട ലോങ്കനാണ്. അപ്പോൾ നമ്മൾ ഈ ചെടി ഒരു 6000 രൂപ വിലയുള്ള ചെടിയാണ്. നമുക്കിവിടെ 500 രൂപ മുതൽ ഏതാണ്ട് 800 രൂപ മുതൽ 6000 രൂപ വരെയുള്ള ചെടികൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇത് എഡസ്റ്റാർ വിഭാഗത്തിൽപ്പെട്ടാണ്. പിന്നെ അപ്പുറത്ത് നമുക്ക് 10ഓളം വെറൈറ്റിയിലുള്ള ലോങ്കനുണ്ട്. അതെ അതെ, കായ്കൾ നമുക്ക് ആ ഭാഗത്ത് കായ്കൾ കാണാം. എല്ലാം ഇടയ്ക്കിടയ്ക്ക് കായകൾ പിടിച്ചിരിക്കുന്ന പൂത്തട്ടുണ്ട് കായും ഒക്കെയുള്ള ലോങ്ങിന്റെ ചെടികളാണ്. ഇതിനകത്ത് 4 സീസൺ എന്ന് പറയുന്ന ഒരു ലോങ്കനാണിത്. ഈ 4 സീസൺ ലോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ 4 തവണ 5 തവണ നമുക്ക് കായ് കിട്ടും. ഇപ്പോൾ ഇതിനകത്തെല്ലാം നല്ല കായ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഡബിൾ ലോങ്കനുണ്ട്, പിങ് പോങ് ലോങ്കനുണ്ട്. അങ്ങനെ ഒരു 10ഓളം വെറൈറ്റി ലോങ്കൻ ഇവിടെ. അവിടെ എല്ലാം ഇതെല്ലാം കായ്ച്ചിരിക്കുകയാണ്. ഇത്ര ചെറിയ ചെടി തന്നെ കായ്ച്ചു കിട്ടും അല്ലേ? നമുക്ക് കടയിലൊക്കെ നല്ല വിലയുണ്ട്. ലോങ്ങിന്റെ പഴം വാങ്ങിക്കുമ്പോൾ നല്ല വിലയുണ്ട്. അവിടെ വൈറ്റ് ലോങ്കൺ, പിങ് പോങ് ലോങ്കൺ, അതുപോലെ തന്നെ നമുക്ക് കണ്ട ഇവിടെ റൂബി ലോങ്കൺ ഉണ്ട്. നമുക്കിവിടെ ഒരു 800 രൂപ മുതൽ 1200 രൂപ വരെയുള്ള ഈ പരുവത്തിലുള്ള ചെടികൾ ധാരാളം നഴ്സറിക്കാർക്കൊക്കെ കൊടുക്കാൻ കഴിയുന്നത്ര സ്റ്റോക്കുകളും ഉണ്ട്. ഇത് നമ്മൾ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇതിനകത്ത് 800 രൂപ ആണ് നമ്മൾ ഈ ഇരിക്കുന്നത്. അത് അവിടെ നിന്ന് എടുക്കാൻ വേണം. പേരയുടെ കുറേ വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട്.
അപ്പൊ ഇത് ഏത് ഇത് വൈറ്റ് ഡയമണ്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് അരി കുറവായിരിക്കും, നല്ല മധുരമുള്ള പേരക്കയാണ്. അപ്പോൾ നമ്മൾ 350 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ മാഡത്തിന്റെ ഒരു വീഡിയോ ഓഫറായിട്ട്, ഓണം ഓഫറായിട്ട് ഒരു 250 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാം. അപ്പോൾ 250 രൂപയ്ക്ക് നമുക്ക് വൈറ്റ് ഡയമണ്ടിന്റെ പേര് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തുള്ളവരൊക്കെ വരണേ കേട്ടോ. ഇവിടെ ഇത്രയും നല്ലൊരു നഴ്സറി ഉണ്ടായിട്ടേ എല്ലാവരും വന്നൊന്ന് നോക്കി ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കണം കേട്ടോ. അതേപോലെ വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി പേര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചേ നമ്മളിപ്പോൾ ഏത് വെറൈറ്റി പേരെയാണിത്? ജാർവി റെഡ് എന്ന് പറയുന്ന പേരെയാണ്. ഇത് നമ്മൾ ആ സെയിം 350 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. എല്ലാം പൂക്കിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ 350 കൊടുത്തുകൊണ്ടിരിക്കുന്നത് 250 രൂപയ്ക്ക് സെയിം ഓഫറിൽ തന്നെ കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണ് ഈ ഒരു പേരയുടെ? ഇത് നല്ല ചുവന്ന പഴമാണ്, ചുവന്ന പേരക്കയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് സീഡ്ലെസ് ആണ്. സീഡ്ലെസ് എന്നല്ല, സീഡ് കുറവാണ്. ഇവിടെ കണ്ടോ ചാമ്പയുടെ അതുകൊണ്ട് വിശാലമായിട്ടൊരു ലോകമാണ് ഇവിടെ കണ്ടോ. ഒരുപാട് തരം ചാമ്പകൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലായിടത്തും ട്രെൻഡിങ് ആണല്ലോ പുതിയ വെറൈറ്റി ചാമ്പകൾ. ഇപ്പൊ ഇവിടെ ഏതൊക്കെ വെറൈറ്റി ചാമ്പയാണ്? ഇത് ഇവിടെ ഉമർ ചാമ്പയുണ്ട്, ഡൽഹരി ചാമ്പയുണ്ട്, ബാലി ചാമ്പയുണ്ട്. ഇവിടെ ഒരുപാട് മാംഗോ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതും പല രീതിയിലുള്ള പ്ലാന്റ് ആണ്, പല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കിവിടെ മാംഗോസ്റ്റിന്റെ ഒരു തട്ട് മുതൽ ഏതാണ്ട് നല്ല പൊക്കമുള്ള വരെയുള്ള മാംഗോസ്റ്റിൻ്റെ ഉണ്ട്. തട്ട് അനുസരിച്ച് അതിന്റെ വില നമുക്ക് 150 രൂപയുടെ ഉണ്ട്, 200 രൂപയുടെ ഉണ്ട്, പിന്നെ 5 ചട്ടയ്ക്കായത് 750 രൂപ. അത് അങ്ങനെ 3000 രൂപയുടെ പ്ലാന്റ് വരെ ഉണ്ട്. 3000 രൂപയുടെ പ്ലാന്റൊക്കെ നമ്മളെയൊക്കെ വലിയ പ്ലാന്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഒരു 150 വർഷത്തെ ആയുസുണ്ട്. ഇതാണ് 350 രൂപ വിലയുള്ള ചെടിയാണ്. പുലാസാൻ പിച്ചുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനമാണ് ഇത്, പുലാസാൻ. ഭയങ്കര ടേസ്റ്റ്, റംബൂട്ടാനേക്കാളും നല്ല മധുരമാണ്. അതുപോലെ അതിന്റെ സീഡ് കഴിക്കാനും പറ്റും അല്ലേ? ഇത് ഒരു 400 രൂപ മുതൽ നമുക്ക് 2500 രൂപ വരെയുള്ള പ്ലാന്റാണ്. ഇതിന് 400 രൂപയാണ്. പല വലിപ്പത്തിലുള്ള. ഇത് എത്ര വർഷത്തിനുള്ളിൽ കായ്ക്കും? ഇതൊരു 3 വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. ഇവിടെ കുറെ മാവിന്റെ വെറൈറ്റീസ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഏത് ഇനം മാവാണ്? ഇത് കോട്ടൂർ കോണം എന്ന് പറയും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അവിടെ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. നല്ല ചുവപ്പ് കളറാണ്, നല്ല വലിയ മാമ്പഴമാണ്. പിന്നെ നമുക്കിവിടെ 350 രൂപയാണ് ഈ വലിയ ചെടികൾക്ക് ഉള്ളത്. പിന്നെ 200 രൂപയുടെ ചെറിയ ചെടിയുണ്ട്. 200 രൂപ മുതലുള്ള 200 രൂപ 350 ആകുമ്പോൾ 200 നല്ല സ്റ്റോക്ക് ഉണ്ട്. ഡൽഹരി ചാമ്പയാണ്. ഇത് വലിയ പ്ലാന്റ് ആണല്ലേ? വലിയ പ്ലാന്റ് ആണ്. പിന്നെ എത്ര രൂപ? 500 രൂപ. 500 രൂപയുടെ പ്ലാന്റ്, നല്ല വലിപ്പമുള്ള ചാമ്പയുടെ, നല്ല മധുരമുള്ള വലിയ പഴമാണ്. അതിന്റെ കളർ കണ്ടത്. ഇതാണ് നമ്മുടെ ചാമ്പ. ചാമ്പയുടെ ഉടനെ തന്നെ നമുക്ക് കായാവും. നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് ഉമർ ചാമ്പ, ഡൽഹരി ചാമ്പ, പിന്നെ ബാലി ചാമ്പ, അതാണ് മെയിനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. 250ന്റെ ചെറിയ ചെടിയുണ്ട്, 500 വലിയ ചെടി. പെട്ടെന്ന് കായ്ക്കണമെന്നുണ്ടെങ്കിൽ വലുതിന് വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ അബിയൂന്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അബിയൂന്റെ പ്രത്യേകത എന്തുവാ? ഇത് നമുക്ക് നമ്മുടെ കരിക്ക് പോലെ നമുക്ക് ഇങ്ങനെ പൂളി തിന്നാൻ പറ്റുന്ന വലിയ പഴമാണ്. വലിയ നല്ല ടേസ്റ്റിയാണ്. നമുക്കിവിടെ ഒരു 250 മുതൽ 1000 രൂപ വരെയുള്ള വലിയ പ്ലാന്റും കിട്ടും. ചെറിയ ഈ ഒരു പ്ലാന്റിന് 550 രൂപ. 550 രൂപയ്ക്ക് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണല്ലോ. അപ്പുറത്തൊക്കെ വലിയ പ്ലാന്റ് ഇപ്പോൾ ഉണ്ട്. നമ്മളെയൊക്കെ രണ്ടാൾ പൊക്കം വലിപ്പത്തിലുള്ള മട്ടോപഴത്തിന്റെ ചെടികളാണ് ഇരിക്കുന്നത്. മട്ടോപഴത്തിന്റെ പ്രത്യേകത എന്തുവാണ്? ഇത് നമുക്ക് 4 കൊല്ലം കൊണ്ട് ഇത് കാ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ കായുടെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ലോങ്കൻ്റെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കോഴിമുട്ടയുടെ, നാടൻ കോഴിമുട്ടയുടെ വലിപ്പത്തിൽ ഉള്ള പഴമാണ്. ഇത് നല്ല മരമാകുന്നു, വലിയ മരമാകും. എത്ര വർഷം വേണം? 4 വർഷം. ഇതിപ്പോൾ 1 വർഷമായ ചെടികളായി നിൽക്കുന്നതല്ല. ഇത് ജെയിന്റ് പർപ്പിൾ മട്ടോവ എന്ന് പറയും. അപ്പോൾ ഇതൊരു 2.5 വർഷം മതി നമുക്ക് കായ. ഇതിപ്പോൾ നമുക്ക് 1.5 വർഷം ആയതാണ്. 600 രൂപ വിലയുള്ള പ്ലാന്റ് ആയതല്ല. ഇന്ത്യൻ മൊസംബി ഉണ്ട്, വിയറ്റ്നാം മൊസംബി ഉണ്ട്. പിന്നെ നമുക്ക് 250 തൊട്ട് പിന്നെ 1000 വരെയുള്ളതുണ്ട്. അത് നമുക്ക് വേറെ കാണിക്കാം. 1000 ഇവിടെ മൊസംബി നിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ മൊസംബി ഉണ്ട്, വിയറ്റ്നാം മൊസംബി ഉണ്ട് കേട്ടോ. അപ്പം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ്? 250 മുതൽ 1000 വരെ അതും ഉണ്ട് ഇവിടെ. വിയറ്റ്നാം മൊസംബിയാണ്. 250 രൂപയുടെ പ്ലാന്റ് ആണ് ഇതുള്ളത്. 250. അത് ഇതാ നാരക.
ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് കണ്ടോ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ പ്ലാന്റ് കാണിച്ചില്ല, അതിൻ്റെ നാരങ്ങയാണ്. മരമുന്തിരിയുടെ നല്ല പ്ലാന്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയ പ്ലാന്റ്സ് ഉണ്ട്, കായ്ക്കാറായതുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? നമുക്കിവിടെ ഇത് 500 രൂപ മുതൽ ഏതാണ്ട് പിന്നെ 10,000 രൂപ വരെയുള്ള ചെടികളുണ്ട് കായ്ച്ചതും ഒക്കെ. അപ്പോൾ ഇത് 2,500 രൂപയാണ് നമുക്ക് ഈ ഇരിക്കുന്ന പ്ലാന്റുകളുടെ വില. നമുക്ക് 2,000 രൂപയ്ക്ക് ഇപ്പം ഓണം ഓഫറായിട്ട് നമ്മളിത് കൊടുക്കുക.